ഒരുപാട് നാളായില്ലേ ഞാൻ ഇങ്ങനെ ഇരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാൻ എന്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഫേമസ് യൂട്യൂബറായ തനി മലയാളിയുടെ. അപ്പൊ തനി മലയാളിയുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെ കുറിച്ചിട്ട് ഒരു വ്ലോഗ് കണ്ടതാണ്. അപ്പൊ ഞാൻ അത് ഫുള്ളും ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ആണല്ലോ. ഞാനും ഒരുപാട് നാളുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട, ആ ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന്. സോ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഡെലിവറി കഴിഞ്ഞത് November 13, 2024 അപ്പൊ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ബേബിയെ ഉടനെ അവര് ജസ്റ്റ് ഒന്ന് എന്റെ പുറത്തെടുത്തിട്ടു. പിന്നെ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ ഇപ്പോ ആലോചിച്ചിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ചെറുപടേന്ന് കുറെ ഡോക്ടേഴ്സ് വരുന്നു, എല്ലാവരും കൂടെ എന്തൊക്കെയോ ചെക്ക് ചെയ്ത് എന്റെ ബേബിയെ പെട്ടെന്ന് NICUലോട്ട് മാറ്റുകയാണ് ചെയ്തത്. കാരണം കുറച്ച് പ്രൊലോങ്ഡ് ലേബർ ആയത് കാരണം അവൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ അവന്റെ ലങ്സ് ചെസ്റ്റിന്റെ അവിടെ വന്നിട്ട് നല്ലപോലെ ഇങ്ങനെ പെരുകി ഇരുന്നിട്ടുണ്ടായിരുന്നു. സോ അവരെ പെട്ടെന്ന് തന്നെ NICUലോട്ട് മാറ്റി. അപ്പൊ എന്റെ ഡെലിവറിയുടെ ആ ഒരു എക്സ്പീരിയൻസ് അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അത് കാണാത്തവര് ആ വീഡിയോ കാണണം, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്നെ റൂമിലോട്ട് മാറ്റി. 2 ദിവസം എനിക്ക് ബേബിയെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മാനസികാവസ്ഥ. ജനിച്ച് പെട്ടെന്ന് ഇങ്ങനെ ബേബിയെ കിട്ടി, പെട്ടെന്ന് അവനെ കാണാതായി. അങ്ങനെ പിന്നെ എന്നെ റൂമിലോട്ടൊക്കെ മാറ്റി. ഞാൻ പിന്നെ ബേബിയെ കാണുന്നത് NICUവിൽ വെച്ചിട്ടാണ്. 2 ദിവസം അവൻ NICUവിലായിരുന്നു. അവരൊരുപാട് എന്തൊക്കെയോ ചെക്കപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ വെള്ളം കുടിച്ചത് കാരണം അതൊക്കെ പുറത്തോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമാണ് അവൻ അവിടെ കിടത്തിയിരുന്നത്. എല്ലാം ചെക്ക് ചെയ്തിട്ടല്ലേ ഇവിടെ ഖത്തറിൽ വിടുള്ളൂ. എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർ തിരിച്ചു നമ്മുടെ കയ്യിൽ ബേബിയെ തരത്തുള്ളൂ. സോ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ അടുത്ത് ലാക്ടേഷൻ എക്സ്പേർട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടിയില്ലല്ലോ. സാധാരണ നമുക്ക് ബേബിയെ കിട്ടുമ്പോൾ ബേബി ലാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ബേബിയെ ലാച്ച് ചെയ്യിപ്പിച്ച് തന്നെ ബ്രസ്റ്റ് മിൽക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോ ബേബി ഇല്ലാത്തത് കാരണം എനിക്ക് ചെറിയൊരു സിറിഞ്ച് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മിൽക്ക് ഒന്ന് ഫസ്റ്റ് വരുന്ന മിൽക്ക് ഒന്ന് പമ്പ് ചെയ്ത് തരണം, ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസോ ഒന്നും ഇല്ലല്ലോ, എങ്ങനെയാണ് സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഡോക്ടർ ലാക്ടേഷൻ എക്സ്പേർട്ട് തന്നെ വന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, ഇങ്ങനെയാണ് പമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് പമ്പ് ചെയ്തപ്പോൾ വളരെ എന്താണ് 1 ml 2 ml അങ്ങനെ എന്തോ ആണ് ചെറുതായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ എടുത്തപ്പം ഫസ്റ്റ് നമുക്കറിയാലോ കൊളസ്ട്രോം എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റ്, അതായത് അതിന്റെ പേര് കൊളസ്ട്രോം എന്നാണ്. ബ്രസ്റ്റ് മിൽക്ക് ആണല്ലോ പുറത്ത് വരുന്നത്, ഭയങ്കര ലൈറ്റ് കളറിലിരിക്കും, കറക്റ്റ് വൈറ്റ് കളറൊന്നും അല്ലായിരിക്കും. അപ്പൊ അതാണ് ആദ്യം വന്നത്. അപ്പൊ വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് എടുക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ കിട്ടിയത് എന്താണോ അത് ഞാൻ എൻ്റെ ബേബിക്ക് കൊടുത്തു. അപ്പൊ അന്ന് രാത്രി തന്നെ എൻ്റെ അടുത്ത് നേഴ്സ് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്, അതായത് കുഞ്ഞിന് ഇനി ഫോർമുല കൊടുക്കട്ടെ, കാരണം എനിക്ക് അത് എടുത്തിട്ട് വരുന്നുമില്ല, ബ്രസ്റ്റ് മിൽക്ക് വരുന്നില്ല. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറയാണ് ഫോർമുല മിൽക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, ഫോർമുല മിൽക്ക് കൊടുക്കണം, ബേബിക്ക് അപ്പൊ മിൽക്ക് ആവശ്യമാണല്ലേ. അപ്പൊ എൻ്റെ അടുത്തും ഇല്ല, കുഞ്ഞ് എൻ്റെ അടുത്തല്ല, NICUവിലാണ്. അപ്പൊ നമുക്ക് മിൽക്ക് കൊടുക്കണമെന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞു ഫോർമുല മിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം അവൻ ഫോർമുല മിൽക്കാണ് കുടിച്ചത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ നോർമൽ ഡെലിവറി ആയത് കാരണം നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും കേട്ടോ. ബേബി 1 ദിവസവും കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. സോ ഞാൻ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. ബേബി എനിക്ക് കിട്ടിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു ഹോസ്പിറ്റലിൽ പോയി എൻ്റെ അടുത്ത് ബേബിയെ മേടിക്കാൻ പറഞ്ഞത്. അപ്പൊ അതുവരെയും അവൻ ഫോർമുല മിൽക്ക് തന്നെയാണ് കുടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്നെ നോക്കാൻ ഒരു ആന്റിയും കൂടെ ഞാൻ ഇവിടെ ഖത്തറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആന്റി പറഞ്ഞു, നമുക്ക് ഒന്ന് പാലിനി വരണം, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പമ്പ് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനിച്ചത് ഒരു പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനുവൽ പമ്പ് മേടിക്കാമെന്നാണ്. കാരണം ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും എനിക്കില്ല. ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഓൾറെഡി ഈ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് മുന്നേ എല്ലാം കാണുമായിരുന്നു. സോ അങ്ങനെ എന്താണ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പമ്പും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മാനുവൽ പമ്പ് മേടിച്ചു. ഹസ്ബൻഡിന്റെ പറഞ്ഞിട്ട് ഒരു മാനുവൽ പമ്പ് മേടിച്ചിട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഈ കൊളസ്ട്രോം തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഡെലിവറി ആണല്ലോ, സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയാണ്. എൻ്റെ അല്ലാ, ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പം ഭയങ്കര പേടിയാണ്. എന്തെന്ന് വെച്ചാൽ
ഡെലിവറി ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ലല്ലോ, കുഞ്ഞിനെ അത്രയും വേദന സഹിച്ച് നമ്മൾ പ്രസവിച്ചല്ലോ, കുഞ്ഞു പുറത്ത് വന്നല്ലോ, ഇനി ഒന്നും ഇല്ലാന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അടുത്ത വില്ലൻ എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് പെയിൻ ആയിരുന്നു. അതായത് പാല് വരുമ്പോ കുഞ്ഞു കുടിക്കുമ്പോഴായാലും ഉള്ള ആ ഒരു നിപ്പിളിൽ വരുന്ന ആ ഒരു പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പമ്പ് ചെയ്ത് കുറച്ച് പാലൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കുഞ്ഞ് വീട്ടിൽ വന്നല്ലോ. അപ്പൊ കുഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവൻ ലാച്ച് ചെയ്ത് അവൻ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചോണ്ടിരുന്നു. അപ്പൊ ആദ്യം കുടിക്കുന്ന സമയത്തൊക്കെ നല്ല പെയിൻ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവന് പ്രോപ്പർ ആയിട്ട് എനിക്ക് ലാച്ച് ചെയ്യാനും അറിഞ്ഞൂടായിരുന്നു. ഇവനെ ലാച്ച് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇവന് ഹോസ്പിറ്റലിൽ മേടിക്കാൻ പോയ സമയത്ത് ആ നേഴ്സ് എങ്ങനെയാണ് ലാച്ച് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അവിടെ ഒരു NICUവിന്റെ അകത്ത് തന്നെ നമുക്ക് മദറിന് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് മദറിന് ഇരുന്ന് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ബേബിയെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എല്ലാം ആ നേഴ്സ് കാണിച്ചു തന്നു. കുഞ്ഞിനെയും ആ നേഴ്സ് വളരെ നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ കുഞ്ഞ് ലാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്താണ് സക്ക് ചെയ്യുന്നത്. ഇവൻ അത്ര നന്നായിട്ട് പാല് കുടിക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. സോ ഫോഴ്സ് ചെയ്ത് സക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പെയിൻ ആയിരുന്നു. ഒരു 2 മാസത്തോളം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ചിലർക്കൊക്കെ നിപ്പിളിൽ ക്രാക്ക് ഒക്കെ വരാം. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ ഈ കുഞ്ഞു കുടിക്കുമ്പോൾ. പിന്നെ നമ്മളെ നോക്കുന്ന ആന്റി ഉണ്ടല്ലോ, ആന്റി കുളിക്കാനൊക്കെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചൂടൊക്കെ പിടിച്ച് തരുമായിരുന്നു. സോ അങ്ങനെയൊക്കെ കുറെ പെയിൻ റിലീഫ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതുപോലെ എൻ്റെ മോൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ ഗ്യാപ്പ് ഇടവിട്ട് ഇവൻ ഇങ്ങനെ പാല് കുടിക്കുമായിരുന്നു. രാത്രിയാണെങ്കിലും കറക്റ്റ് ഉറങ്ങിയ 2 മണിക്കൂർ 2 hours ആവുമ്പോഴത്തേക്കും ഇവന്റെ കയ്യിൽ എന്തോ ക്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ല വാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അവൻ വാച്ചിൽ സമയം നോക്കുന്ന പോലെ കൃത്യമായിട്ട് എഴുന്നേക്കുമായിരുന്നു. അപ്പൊ എനിക്കറിയാം 2 മണിക്കൂറാകുമ്പോൾ ഇവ എഴുന്നേക്കും പാല് കുടിക്കാനെന്ന്. അങ്ങനെ ആദ്യമൊക്കെ ഇവന് കുഴപ്പമില്ലാത്ത 2 ആഴ്ച ഇവൻ 2 മണിക്കൂറിൽ ഇങ്ങനെ പാല് കുടിക്കുന്നു, എഴുന്നേറ്റ് പാല് കുടിക്കുന്നു, ഞാൻ കൊടുക്കുന്നു, പിന്നെ അവൻ ഉറങ്ങുന്നു. അങ്ങനെ റുട്ടീൻ അങ്ങനെ പൊക്കോണ്ടിരുന്നു. 2 ആഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പിന്നെ അതുവരെയും എനിക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വേറെയാണ്. പുതിയതായിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പുതിയൊരു ന്യൂ മോം ആണല്ലോ. ഉറക്കമില്ല, കുഞ്ഞിന് പാല് കൊടുക്കണം, അതിന്റെ പെയിന്, പിന്നെ സ്റ്റിച്ചിന്റെ പെയിന്. ഞാൻ എൻ്റെ ഡെലിവറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെലിവറി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ പ്രൊലോങ്ഡ് ലേബർ കാരണം വാക്യൂം ഇട്ടിട്ടാണ് എൻ്റെ ഡെലിവറി, അതായത് കുഞ്ഞിനെ പുറത്തെടുത്തത്. സോ എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ട്. ആ സ്റ്റിച്ച് ഉണങ്ങാൻ തന്നെ 40 ദിവസം വേണ്ടി വന്നു. അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. സോ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇരിക്കാനാണെങ്കിലും. അപ്പൊ എല്ലാം കൂടെ ആയപ്പം എനിക്ക് മെന്റലി ഞാൻ അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു. സോ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ വല്ലാണ്ട് അങ്ങ് കരയാൻ തുടങ്ങി. അതായത് ഇവന് പാല് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഞാൻ ഇങ്ങനെ 2 hours വൺസ് പാല് കൊടുക്കുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്റെ സമയമൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. 2 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിലൊക്കെ ഇവൻ ഇങ്ങനെ പാല് കുടിക്കും. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്ക് പാല് കൊടുക്കണം, അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ചിലപ്പോൾ ഇതിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാം, എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ. അത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ചിലർക്ക് അങ്ങനെയാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ റുട്ടീനൊക്കെ മാറി, നമ്മുടെ കാര്യങ്ങളൊക്കെ മാറി, നമ്മളൊരു പുതിയൊരു വ്യക്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഉറക്കമില്ല. അങ്ങനത്തെ എന്തൊക്കെയായാലും നമ്മുടെ ബേബിയാണ്, നമുക്ക് സന്തോഷമാണ്, സന്തോഷം ഇല്ലെന്നല്ല. എനിക്കും ഹാപ്പി ആയിരുന്നു എൻ്റെ മോനെ കാണുമ്പോൾ. മോന്റെ ചിരിയും സന്തോഷവും എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. അവൻ പാല് കുടിക്കുന്നതായാലും ഇഷ്ടമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ സഹിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ വിഷമമൊക്കെ വരാം, സ്വാഭാവികമാണ്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. സോ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവനാണെങ്കിൽ ഇങ്ങനെ ഓരോ മണിക്കൂറിൽ പാല് കുടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇവൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്, ഗ്യാസിന്റെ പ്രോബ്ലം ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ഗ്യാസിന്റെ ചെറിയ മരുന്നൊക്കെ തന്നു. രാത്രിയൊക്കെ നിർത്താണ്ട് കരയാൻ തുടങ്ങി. അപ്പൊ അതും എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്താൻ തുടങ്ങി. കാരണം ഇവൻ ഉറങ്ങുന്നില്ല, ഭയങ്കര കരച്ചിലാണ്, എല്ലാവരും മാറി മാറി എടുത്തിട്ടും ഇവൻ ഉറങ്ങുന്നില്ല. അപ്പൊ എനിക്കും ഉറക്കമില്ല. അത് ഓക്കെ, നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, അത് വേറെ കാര്യം. എനിക്ക് ഉറക്കമില്ലാത്ത ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, ചുമ്മാ പറയണ എന്തിന്, അത് വിടാം നമുക്ക്. എന്തായാലും ഉറക്കം കാണൂലല്ലോ ഡെലിവറി കഴിഞ്ഞാൽ. സോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. അതായത് ഇനിയിപ്പോ ഇവന് എന്നെ നോക്കുന്ന ആന്റി പറഞ്ഞു, ഇവൻ ഇനിയിപ്പോ പാല് തികയാത്തതിന്റെ പ്രശ്നമാണ്. കാരണം ഇവൻ സാധാരണ ഇങ്ങനെ പറയുമല്ലോ, ബോയ് ബേബി ആകുമ്പം കൂടുതൽ
പാല് കുടിക്കൂന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ അനുഭവത്തിൽ ഇനിയിപ്പം എനിക്ക് ഗേൾ ബേബി ഒന്നും ഇല്ലല്ലോ, ബോയ് മാത്രമേ ഉള്ളൂ. എന്റെ ബേബി ബോയ് ആയിരുന്നു, അവൻ ഒരുപാട് പാല് കുടിക്കുമായിരുന്നു. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് വിടാം. വേറെ കാര്യം എന്താണ്, പാല് തികയാത്തതായിരിക്കാം എന്നൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ ഫോർമുല മിൽക്കിലോട്ട് മാറി. അപ്പം ഫോർമുല മിൽക്കിലോട്ട് മാറി എന്ന് വെച്ചാൽ ഇവൻ ഓൾറെഡി ആദ്യം ഫോർമുല മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം NICയിലായിരുന്നു, അപ്പൊ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല, അവൻ കുടിക്കോ ഇല്ലയോ എന്നുള്ള. ചില ബേബീസ് ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഫോർമുലയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പം കുടിക്കാണ്ടിരിക്കാം, അങ്ങനെയൊക്കെ വരും. ഭാഗ്യത്തിന് ഇവൻ അങ്ങനെയൊന്നുമില്ല. വിശപ്പടിക്കുമ്പോൾ ഇവന് ഫുഡ് വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പാല് വേണം, ഫുഡ് മീൻസ് പാല് വേണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ ഈസി ആയിട്ട് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിയ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ S26 എന്ന് പറയുന്ന നെസ്ലയുടെ S26 ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല മിൽക്കാണ് കൊടുത്തത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മേടിച്ചു കൊടുത്തതല്ല. ഞങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട്, പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ച് സജസ്റ്റ് ചെയ്ത് ആ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോർമുല മിൽക്ക് ചൂസ് ചെയ്യുന്നത്. സോ ആ ഫോർമുല മിൽക്ക് കൊടുക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഫുൾ ബ്രസ്റ്റ് മിൽക്ക് മാറ്റി ഫോർമുല മിൽക്ക് മാത്രമല്ല ഞാൻ കൊടുത്തത്, ഞാൻ മിക്സ്ഡ് ഫീഡിങ് ആയിരുന്നു. അതായത് ഇവന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാറുണ്ട്, ചില സമയം ഇവന് തികയുന്നില്ല, വിശപ്പ് മാറുന്നില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് എന്താണ് ഫോർമുല മിൽക്കും കൂടെ കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. സോ മിക്സ്ഡ് ഫീഡിങ് ആയിരുന്നു. ഫോർമുല മിൽക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫോർമുല മിൽക്ക് ഒന്നും അല്ലായിരുന്നു കൊടുത്തത്. ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 തവണ, ആദ്യമൊക്കെ ഒരു 3 തവണയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 മാസം സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെയും ഞാൻ ഇവന് ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നു. 6 മാസം കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുവരെയും ഞാൻ ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നു. പിന്നെ ഫോർമുല മിൽക്കിന്റെ അളവ് ഞാൻ കുറയ്ക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇവന് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണല്ലോ ഞാൻ ഈ ഫോർമുല മിൽക്കിലോട്ട് സ്വിച്ച് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2 തവണ, ചിലപ്പോൾ 1 തവണ അങ്ങനെയൊക്കെ ഫോർമുല മിൽക്ക് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പുറത്തൊക്കെ ബേബിയെ കൊണ്ട് പുറത്തൊക്കെ പോയിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ കൂടുതലും ഫോർമുല മിൽക്കാണ് ചൂസ് ചെയ്തിരുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യില്ലായിരുന്നു, ഫോർമുല മിൽക്ക്. അതല്ലെങ്കിൽ ഞാൻ പമ്പ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നേ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു മാനുവൽ പമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് പമ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൈവേദനയായിരുന്നു. പെട്ടെന്ന് മിൽക്ക് വരുന്നില്ല, ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇലക്ട്രിക് പമ്പ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ഇലക്ട്രിക് പമ്പാണ് മേടിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ ഇതാണ് എന്റെ ഇലക്ട്രിക് പമ്പ്. ഇത് വെച്ചാണ്, ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇനിയിപ്പോ ഡെലിവറി ഒക്കെ ചെയ്യാൻ പോകുന്നവർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് മേടിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. മാനുവലിനെയും കാട്ടി എന്തുകൊണ്ടും നല്ലത് എനിക്ക് ഇലക്ട്രിക് ആണ്. എനിക്ക് ഫീൽ ആയത് ബ്രസ്റ്റ് മിൽക്ക് ഇവന് കൊടുത്താലും പമ്പ് ചെയ്തും കൂടെ ബോട്ടിലാക്കി വെച്ചിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ കൊടുക്കുമായിരുന്നു, അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. സോ 6 months കഴിഞ്ഞപ്പോഴത്തേക്കും സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഇവന് അങ്ങനെ ഫോർമുല മിൽക്കിന്റെ ആവശ്യം വന്നില്ല. കാരണം ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യം ഇവന് തികയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാണ്ട് സോളിഡ്സും കൊടുത്തു, പിന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ബ്രസ്റ്റ് മിൽക്കും ഒക്കെ ആയപ്പം അവൻ ഹാപ്പിയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് കൊഴുത്ത് തടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്നെ കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് തൈറോയിഡ് ഉണ്ടോ എന്ന്. കഴുത്തൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് ബൾജ് ചെയ്തിരിക്കുന്ന പോലെ. എനിക്ക് തൈറോയിഡിന്റെ ചില സിംറ്റംസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴ്. എനിക്ക് അതിന് മുന്നേ തൈറോയിഡ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ആദ്യമേ എടുത്ത് പറയാം. എനിക്ക് തൈറോയിഡ് എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു, എപ്പോഴും നോർമൽ ആയിരുന്നു. സോ സിംറ്റംസ് ഉണ്ടെങ്കിലും എനിക്കത് തൈറോയിഡിന്റെ ലക്ഷണമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോ ഞാൻ തൈറോയിഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ട് കളയുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങ് കയറി, ഞാൻ പറഞ്ഞില്ലേ, തടിച്ച് കൊഴുക്കുകയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും, അപ്പൊ ഉറക്കം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണല്ലോ, ഞാൻ മിക്സ്ഡ് ഫീഡിങ് അല്ലേ ചെയ്യുന്നത്, ഒട്ടും ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ അവനുള്ളത് തികയുന്നില്ല. അങ്ങനെയൊക്കെ വന്ന് ഞാൻ പിന്നെ തിരിച്ച് ഖത്തറിലോട്ട് വന്ന് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്ന ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു നമുക്കൊന്ന് തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പാൽപിറ്റേഷൻ ഉണ്ടായിരുന്നു. തൈറോയിഡിന്റെ സിംറ്റമായ പാൽപിറ്റേഷൻ, ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തോ ഒരു പേടിയാവുന്ന പോലെ, ഉറക്കത്തിൽ നിന്ന് നെട്ടി എഴുന്നേക്കും, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷേക്ക് ആവുന്നത്, അങ്ങനത്തെ ഫീലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഡോക്ടറിനോട് പറഞ്ഞപ്പോഴാണ്, പിന്നെ ഗ്യാസ്ട്രിക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഗ്യാസ് കാരണം ഈ ഒരു പാൽപിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ് പറഞ്ഞത്.
അപ്പൊ ഡോക്ടർ നമുക്കൊന്ന് തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പം എനിക്ക് ഇത്ര 69 69 എന്തോ സംതിങ് ഉണ്ടായിരുന്നു, ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആദ്യമേ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ ആദ്യമേ കണ്ടോളൂ, തൈറോയിഡിന്റെ മരുന്ന് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. വേറൊരു ഡോക്ടർ നസീമിലാണ്, ഇവിടുത്തെ നസീം ഹോസ്പിറ്റലാണ് കാണിച്ചത്. എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ജുബിൻ ജേക്കബ് എന്ന് പറയുന്ന ഡോക്ടറിനെയും, ഞാൻ കാണിക്കുന്ന ഗൈനക് എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു ആണ്. അങ്ങനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. അപ്പൊ എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഡോക്ടർ പറഞ്ഞു ഇനി ലൈഫ് ലോങ് തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കണമെന്ന്. അപ്പൊ തന്നെ ഞാൻ അങ്ങ് ആകെ ഇല്ലാണ്ടായിപ്പോയി. ഇനിയിപ്പോ മരിക്കുന്നവരെയും ആ ഒരു മെഡിസിൻ എടുക്കണമല്ലോ. ഓക്കെ, ഇതൊക്കെ എന്താണ്, പാർട്ട് ഓഫ് ലൈഫ് ആണല്ലേ. സോ ഓക്കെ, അത് വിടാം. അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴും എന്റെ ഹസ്ബൻഡ് പറഞ്ഞത്, നിനക്ക് ആദ്യമേ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ബ്രസ്റ്റ് മിൽക്ക് ഇല്ലല്ലോ, നമുക്കൊന്ന് ഡോക്ടറിനെ കൺസൾട്ട്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ചിലപ്പം ജനറ്റിക്കലി എന്റെ ഉമ്മാക്ക് ഇതുപോലെയാണ്. ഉമ്മ പറയും എനിക്ക് പാലില്ലായിരുന്നു, അപ്പം നമുക്കൊക്കെ പാല് കുപ്പിപ്പാലൊക്കെ തന്നിരുന്നൊക്കെ ഉമ്മ പറയും. അപ്പം നമ്മളും ആ ഒരു ബുദ്ധിയല്ലേ ഉള്ളൂ, ബുദ്ധിയിൽ അമ്മയെ പോലെ ആയിരിക്കും എന്നൊക്കെ പറയും. ഞാനും അങ്ങ് അതൊക്കെ വളരെ സില്ലി ആയിട്ടാണ് കണ്ടത്, നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ തൈറോയിഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ അന്നേ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവായിരുന്നത്, നീയാണ് വരാത്തത്. തൈറോയിഡ്, അതായത് തൈറോയിഡ് ഒരു വില്ലനാണ് കേട്ടോ. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന് ലോ സപ്ലൈ ആക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമുക്ക് ലോ മിൽക്ക് സപ്ലൈ, അതും ഒരു ഫാക്ടറാണ് കേട്ടോ, കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി തൈറോയിഡും കൂടെ ഉള്ളത് കാരണമാണ് എനിക്ക് പാലില്ലാതിരുന്നതെന്ന്. അങ്ങനെ തൈറോയിഡ് ട്രീറ്റ് ചെയ്ത് ഒരു 1 മന്ത് തന്നെ മെഡിസിൻ എടുത്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ഓൾറെഡി അവനെ സോളിഡി സ്റ്റാർട്ട് ചെയ്തു. സോ അവന് അത്യാവശ്യം നല്ല രീതിയിൽ പാലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കും, ഇങ്ങനെ വന്നിട്ട് എന്താണ് കുഞ്ഞിന് ഏത് പാലാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും അതറിയണം. കുപ്പി പാലാണോ, അതായത് ഫോമുലയാണോ, അതോ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ആണോ കൊടുക്കുന്നതെന്ന്. പിന്നെ വേറൊരു കാര്യം, ഡെലിവറിക്ക് മുന്നേ എന്നെ ഒരു ലാക്ടേഷൻ എക്സ്പെർട്ട്, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെ ഖത്തറിൽ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വയസ്സ് വരെയും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അത് തന്നെ ചൂസ് ചെയ്യോ അതോ നിങ്ങൾ ഫോമുലയിലോട്ട് മാറോ എന്നൊക്കെ ആദ്യമേ ചോദിച്ചിരുന്നു. ചിലര് ആദ്യമേ തന്നെ ഫോമുല കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കും. കാരണം എന്റെ ആഗ്രഹം അതായിരുന്നു, കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്നുള്ളത്. സോ എന്താണ്, ഏറ്റവും നല്ലത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയൂല. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പം ഫോമുല മിൽക്കിലോട്ട് മാറേണ്ടി വരും. അത് ഓരോരുത്തരുടെ ബോഡിയും ഓരോരുത്തരുടെ എന്താണ് അവരുടെ സാഹചര്യവും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിലോട്ട് മാറുന്നത്. സോ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കാം. ഞാൻ തന്നെ ഈ ഫോമുല കൊടുക്കുമ്പോൾ എനിക്കറിയാന്നുള്ള ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കും, ഫോമുല ആണോ കൊടുക്കുന്നത്, ബ്രസ്റ്റ് മിൽക്ക് അല്ലേ എന്നൊക്കെ. അപ്പൊ ഞാൻ പറയും ഞാൻ മിക്സ്ഡ് ഫീഡിംഗ് ആണ് ചെയ്യുന്നത്, എനിക്ക് പാല് കുറവാണ്, അതുകൊണ്ട് ഞാൻ മിക്സ്ഡ് ഫീഡിംഗ് ആണ്. എനിക്കത് ആ ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു. എനിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗും ഇല്ലായിരുന്നു കേട്ടോ. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാം, എനിക്കൊരു ഗിൽറ്റ് ഫീലും ഇല്ലായിരുന്നു. ഞാൻ ഗിൽറ്റി ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് കാരണമാണല്ലോ, അല്ലാണ്ട് ഞാനിപ്പോ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിട്ട് ഞാൻ കുഞ്ഞിന് കൊടുക്കാത്തതല്ല. എനിക്ക് അത് കുറവാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ മിക്സ്ഡ് ഫീഡിങ്ങിലോട്ട് മാറിയത്. അതുപോലെ ഞാൻ കംപ്ലീറ്റ് ഫോമുല മിൽക്കും കൊടുത്തിട്ടില്ല. എമ്മറോ ഉറക്കമായിരുന്നു ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബേബി ചെയറിൽ, അവന്റെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ഇനിയിപ്പോ ഇതാണ് എന്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നിപ്പിൾ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് നിപ്പിൾ ഭയങ്കര പെയിൻ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത ഒരു സാധനമാണ് ഇത്. നമുക്ക് ഫാർമസിയിൽ മേടിക്കാൻ കിട്ടും. ഇത് സിലിക്കോണിന്റെ ഒരു നിപ്പിളാണേ, ഇതാ കാണാലോ അല്ലേ, സിലിക്കോണിന്റെ ഒരു നിപ്പിളാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും നല്ല നിപ്പിൾ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കിത് വെച്ചിട്ട് ഫീഡ് ചെയ്യാം. കാരണം ഞാൻ പറയാം, എന്റെ എംറോ എന്ന് പറയുന്നത് നല്ല പോലെ ഫോഴ്സ് ചെയ്താണ് അവൻ പാല് കുടിച്ചിരുന്നത്. സോ നല്ല പെയിൻ ഉണ്ടായിരുന്നു. സോ എനിക്കിത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനമാണ്. എംറു ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ക്യാമറയുടെ പുറകിൽ ആളുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് എനിക്ക് പറയാനുള്ളത്, ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഡെലിവറി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിലും ബ്രസ്റ്റ് ഫീഡിങ്ങും അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ആദ്യമൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇതുപോലെ ചോദിക്കാം, കുഞ്ഞ് ആഹാരം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്ത് പാലാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആണോ, സി സെക്ഷൻ ആണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിലൊക്കെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ നോർമലാണ്.
നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അവർക്ക് നോർമലായിട്ട് യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവർക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് യാതൊരു വിഷമവും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ജേണി എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ, അല്ലെ? അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് മാത്രമേ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാവൂ. സോ ഞാൻ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഞാനാണ് എൻ്റെ കുട്ടിയെ വളർത്തുന്നത്, അല്ലെ? എന്റെ കുഞ്ഞിനെ വേറെ ആളല്ല വന്ന് നോക്കുന്നത്. ഞാൻ തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഫുഡ് കൊടുക്കുന്നതും അവനെ വളർത്താൻ പോകുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ ലൈഫാണ്, ഞാനും എന്റെ ഹസ്ബൻഡും ഹാപ്പിയാണ് അതില്. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവന് ബ്രസ്റ്റ് മിൽക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള എമറു സൗണ്ട് ഉണ്ടാക്കല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഫോർമുല മിൽക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവന്റെ വിശപ്പ് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരുപാട് കരയേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നീട് ഫോർമുലയിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ അവൻ ഹാപ്പി ആയിരുന്നു. ആദ്യമൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാണ്ട് ഒരുപാട് കരഞ്ഞപ്പം അതും നമുക്കൊരു മാനസിക വിഷമമായിരുന്നു. സോ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേണി ആയിരിക്കും. ഡെലിവറി ആണെങ്കിലും ആ ജേണി ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം, മറ്റുള്ളവർ എന്ത് പറയും അതൊക്കെ പേടിച്ച് ഫോർമുല മിൽക്കിലോട്ട് സ്വിച്ച് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഗിൽറ്റി ഫീൽ ഒന്നും വേണ്ട. കുഞ്ഞിന് വിശക്കുന്നുണ്ട്, പാല് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫോർമുല മിൽക്കിലോട്ട് മാറുക. മറ്റുള്ളവരെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ബേബിയാണ്, ബേബിയുടെ ഹെൽത്ത് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ അല്ലാന്ന് പറയുന്നില്ല. എന്നാലും നമ്മുടെ സാഹചര്യം കൊണ്ട് മാറേണ്ടി വന്നാൽ സ്വിച്ച് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേണി എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോൻ തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഡെലിവറി കഴിഞ്ഞപ്പോൾ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കുന്നത് കാരണമേ. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു, കുഴപ്പമില്ല. ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാവേ. ഞാൻ പോട്ടെ, ഇനി എമ്മുറിന് ലഞ്ച് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. എന്നിട്ട് എന്താണ്, എമ്മുറിനെ നോക്കിയിരിക്കണം, അത് തന്നെയാണ്. അപ്പൊ പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ.